ഇതുപോലത്തെ ഒരൊറ്റ ഏത്തപ്പഴം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലൊരു 6 പീസൊക്കെ ആയിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട, 1 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാരയും മൈദയും, പിന്നെ ഒരു 2-3 ഏലക്കാട ഉരുവുണ്ടല്ലോ അതൊന്ന് ചതച്ചെടുത്തതും ഒരു പിഞ്ച് ഉപ്പിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അതങ്ങ് മാറ്റിവെക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊരു പാനിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചാർന്ന നേന്ത്രപ്പഴം ഓരോന്നായി വെച്ചു കൊടുത്ത് 2 സൈഡും ഒന്നങ്ങ് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് പഴം റെഡിയാവുന്ന സമയത്ത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ആ പാലിന്റെ മുട്ടയുടെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് ഈ പാനിലേക്ക് ഒഴിച്ച് പഴം ഓരോന്നായിട്ട് അതിന്റെ മുകളിലേക്ക് നിരത്തി അപ്പം തന്നെ അങ്ങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങാ ചിരവിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിന്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റ് ആവണ വരെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മുകൾ ഭാഗം സെറ്റ് ആയാൽ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് റെഡിയാക്കി പ്ലേറ്റിലേക്ക് മാറ്റി ഒന്നങ്ങ് ചുരുട്ടി കട്ട് ചെയ്തെടുത്താൽ സെർവ് ചെയ്യാട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ